ഡാൻസിങ് ഗണേശൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഗ്രീൻ കളർ ഷെയ്ഡ് ചെയ്യാമെന്നും എങ്ങനെയാണ് ഡ്രസ്സിന് ബ്ലൂ കളർ ഷെയ്ഡ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ഗ്രീൻ ഷെയ്ഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് സാപ്പ് ഗ്രീൻ, പിന്നെ ബേൺ സിയന്ന ആൻഡ് പെർമനൻറ്റ് യെല്ലോ. ഈ 3 കളേഴ്സാണ് ഗ്രീൻ ഷെയ്ഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇനി ബ്ലൂ ഷെയ്ഡിങ്ങിന് നമുക്ക് വേണ്ടത് പ്രഷ്യൻ ബ്ലൂ ആൻഡ് സാപ്പ് ഗ്രീൻ. അപ്പോൾ നമുക്ക് ബാക്കി ഇതിൻ്റെ കളർ മിക്സിങ് ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എടുക്കുന്നത് സാപ്പ് ഗ്രീനാണ് കളർ. സാപ്പ് ഗ്രീൻ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഇത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. നല്ലപോലെ ലൂസാക്കിയിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. നല്ല ലൂസായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ എടുത്തിട്ടുള്ള ബ്രഷ് പറയുന്നത് 2 നമ്പർ ബ്രഷാണ്. ഇനി നമുക്ക് ഈ ഗ്രീൻ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ഓൾറെഡി ചെവിപ്പൂവിന് ഒരു ലെയർ വിട്ടിട്ടുണ്ടല്ലോ ഗ്രീൻ ചെയ്യാൻ വേണ്ടി. അവിടെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക, ഇവിടെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഗ്രീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വിട്ട സ്ഥലങ്ങളില്ലേ ചെവിപ്പൂവിൻ്റെ 2 സൈഡിലും വാഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഗണപതിൻ്റെ കയ്യിൽ പാശത്തിൻ്റെ നടുവിൽ ഇതുപോലെ ഗ്രീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വിട്ടിട്ട് അവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഡ്രസ്സിനാണ് വാഷ് ചെയ്ത് കൊടുക്കേണ്ടത്. ഡ്രസ്സിന് നമ്മളിത് ഇതുപോലെ കുറച്ച് ഏരിയ വിട്ടിട്ടുണ്ട് ഗ്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഈ ഗ്രീൻ കൊണ്ട് ഒന്നിങ്ങനെ ലൈറ്റായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ റെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിട്ട ഭാഗങ്ങളൊക്കെ ഗ്രീൻ കൊണ്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വിടുക. ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ലെയർ ചെയ്യുന്നതായിരിക്കും. അടുത്ത ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും സാപ്പ് ഗ്രീൻ എടുക്കാം. സാപ്പ് ഗ്രീൻ കുറച്ചധികം എടുക്കുക. നമ്മൾ പിന്നെ എടുക്കാൻ പോകുന്നത് പെർമനൻറ്റ് യെല്ലോ മീഡിയമാണ്. ഈ സാപ്പ് ഗ്രീനിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ പെർമനൻറ്റ് യെല്ലോ മീഡിയ എടുക്കാം. ഇത്ര മതി. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ബേൺ സീന ഒരൊറ്റ ഡ്രോപ്പേ വേണ്ടു. നമുക്കത് ജസ്റ്റ് ഒന്ന് കളർ മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഡൈല്യൂട്ട് ചെയ്ത് എടുക്കാം. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷ് 0 സൈസ് ബ്രഷാണ്. 0 സൈസ് ഷോർട്ട് ഹെയർ ബ്രഷ്. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് ലെയർ കൊടുത്തത് ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട് ചെവിപ്പൂവിൻ്റെ. ഇനി നമ്മൾ മുമ്പ് റെഡ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ബോർഡർ സൈഡിലേക്ക് ഇങ്ങനെ ഗ്രീൻ കൊണ്ട് ബോർഡർ ചെയ്ത് കൊടുക്കുക. ഗ്രീനിന് 2 സൈഡിലും ചെവിപ്പൂവിന് ബോർഡർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് ഇതുപോലെ പാശം നമ്മൾ ഗ്രീൻ ഷെയ്ഡ് ചെയ്തിട്ടില്ലേ അതുപോലെ അതിനും സൈഡിൽ ഇതുപോലത്തെ ബോർഡർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡ്രസ്സിൻ്റെ ബോർഡറാണ്. ഡ്രസ്സിന് നമ്മൾ റെഡ് കൊണ്ട് ചെയ്ത പോലെ തന്നെ ഇതുപോലൊരു ബോർഡർ ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഗ്രീൻ. നമ്മൾ ഓൾറെഡി റെഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെയല്ലേ ചെയ്തത്, സെയിം മെത്തേഡാണ്. പക്ഷേ ഗ്രീൻ ചെയ്യണമെന്നേ ഉള്ളൂ. അതുപോലെ ഉള്ളിലേക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക ഗ്രീനിന്. അപ്പോൾ നമ്മൾ ഡ്രസ്സിന് മുഴുവനായിട്ട് ഗ്രീൻ ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചെവിപ്പൂവിന് നമ്മൾ ഓൾറെഡി ചെയ്ത പോലെ തന്നെ വീണ്ടും അതിൻ്റെ മേലെ സെക്കൻഡ് കോട്ടിങ് ഇതുപോലെ ഗ്രീൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനും ഇതുപോലൊരു ലൈൻ ഉള്ളിലേക്ക് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ് ഇതിന് പിന്നെ ഉള്ളിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ലൈൻ മതി. ഇനിയും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് 2-3 ഇതുപോലത്തെ ലൈൻസ് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്ഥലമില്ല, അതുകൊണ്ട് ഒറ്റ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡ് കൊണ്ട് ചെയ്ത പോലെ ഇനി ഗ്രീൻ കൊണ്ടും ഇങ്ങനെ ലൈൻസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നേരത്തെ റെഡിന് കൊണ്ട് നമ്മൾ ചെയ്തില്ലേ അതുപോലെ ഇതുപോലത്തെ ലൈൻസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ലൈൻസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഡ്രൈ ആവട്ടെ. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒരു കോട്ടും കൂടെ ചെയ്ത് കൊടുക്കുക ലൈൻസ്. അപ്പം നമ്മൾ ഗ്രീൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഡ്രസ്സിനും ചെവിപ്പൂവിനൊക്കെ ഗ്രീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡ്രസ്സിൻ്റെ ഈ പോർഷന് ബ്ലൂ കളറാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കളർ പ്രഷ്യൻ ബ്ലൂ ആണ്. ഇതുപോലെ പ്രഷ്യൻ ബ്ലൂ എടുത്തിട്ട് ഒരു ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ എടുത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഫസ്റ്റ് വാഷ് നമ്മൾ ചെയ്യും. നമ്മളിപ്പോൾ പ്രഷ്യൻ ബ്ലൂ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുകൊണ്ട് വാഷ് ചെയ്യാനാണ് പോകുന്നത് ഡ്രസ്സിന് ഫസ്റ്റ്. വാഷ് ചെയ്തിട്ട് ഇനി ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഓഫ് ബ്ലൂ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞു. അത് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ലെയറിന് വേണ്ടുന്ന ബ്ലൂ റെഡിയാക്കാം. അതിന് പ്രഷ്യൻ ബ്ലൂ 1 ഡ്രോപ്പ്, അതിൻ്റെ പകുതിയോളം ഏകദേശം അതിൻ്റെ പകുതിയോളം നമ്മൾ സാപ്പ് ഗ്രീൻ എടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ ഒരു ബ്ലൂ ഗ്രീൻ പോലത്തെ ഒരു കളർ കിട്ടും. ഇനി ഇതുപോലെ ബ്ലൂ ഗ്രീൻ കളർ ഇനി ഇത് ഡൈല്യൂട്ട് ചെയ്യാം. പെയിൻ്റ് എടുത്തിട്ട് ഇതിൻ്റെ ബോർഡർ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഉള്ളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് നേരത്തെയൊക്കെ ചെയ്ത പോലെ ഇതുപോലെ ഉള്ളിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെയർ ഇപ്പോൾ നല്ല വൃത്തിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി വീണ്ടും സെയിം മെത്തേഡിൽ ഒന്നും കൂടെ മേലെ കൂടെ ചെയ്ത് കൊടുക്കുക. സെയിം ബ്ലൂ എടുത്തിട്ട് ബോർഡർ നല്ല ഡാർക്ക് ആക്കിയിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കാലിലും അതുപോലെ തന്നെ സെയിം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ കോട്ട് ചെയ്തതും ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഡീറ്റെയിലിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രസ്സിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് 0 സൈസ് ബ്രഷാണ്. ഷോർട്ട് ഹെയർ ബ്രഷ്, ലോങ് ഹെയറും യൂസ് ചെയ്യാം. ഇത് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും ഇതിൻ്റെ മേലെ കൂടെ ബ്ലൂ കളർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ഈ 2 സൈഡിലുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലുള്ളത് മാത്രം, നടുവിലുള്ളത് വേണ്ട. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ ഡിസൈൻസ് ചെയ്ത് കൊടുക്കുക. ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടില്ല, ഇല്ലെങ്കിൽ സ്പ്രെഡ് ആവും. ചെറിയ 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 ഡോട്ട്സ് ആണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. 0 ബ്രഷ് കൊണ്ടാണ് ചെയ്യുന്നത്. ഗ്രീനും ബ്ലൂവും ചെയ്ത് കഴിഞ്ഞു. അതായത് ഡ്രസ്സിനൊക്കെ ഗ്രീൻ ആൻഡ് ഈ ഡ്രസ്സിൻ്റെ ഒരു ഭാഗത്ത് ബ്ലൂ, അതുപോലെ തന്നെ ചെവിപ്പൂവിനും അതിനൊക്കെ ഗ്രീൻ, അങ്ങനെ ഗ്രീനും ബ്ലൂവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലൂവും ഗ്രീനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗണപതിൻ്റെ ബോഡിയാണ്. ബോഡി ചെയ്യാനുണ്ട്, മുടി ചെയ്യാനുണ്ട്, അതുപോലെ പൂമാലകൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെയ്യാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഗണപതിൻ്റെ ബോഡി എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.